ഹലോ ഡിയേഴ്സ്, ദിസ് ഈസ് അശോക് കുമാർ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രാവശ്യം 9ാം ക്ലാസ്സിലെ മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലെസൺ അങ്ങ് പഠിച്ചു പോയല്ലോ. ഓക്കെ, യു വെൽക്കം. ഫസ്റ്റ് ലെസൺ ഈസ് ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ. ദിസ് ഹാഫ് എ ഡേ ഈസ് എ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി written by Naguib Mofas. Who is this Naguib Mofas? ഇയാൾ ആരാണ്? ഇയാള്? He was an Egyptian writer. Egyptian writer ആണ്. What happened to him? He died. മരിച്ചുപോയി. And what was specially about him? He was the first Egyptian writer who won Nobel Prize. Right. ഇനി കൂടുതലൊന്നും പറയാതെ കഥയിലേക്ക് കിടക്കാം. ഓക്കെ, ഡിയേഴ്സ്, വെൽക്കം വൺസ് അഗൈൻ. ഹാഫ് എ ഡേ, പകുതി ദിനം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. I proceeded. ഞാൻ മുന്നോട്ട് നടന്നു. Alongside, അരികു പറ്റി, സൈഡിലൂടെ, സൈഡിലായി. ആരുടെ? മൈ ഫാദർ. എങ്ങനെ? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, വലത് കൈയും പിടിച്ചു. ദെൻ വലത് കൈയും പിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഐ വാസ് ജസ്റ്റ് റണ്ണിങ്, ഞാൻ ഓടുകയാണ്. കാരണം എന്താ? റണ്ണിങ് ടു കീപ്പ് അപ്പ്. എന്തിനാണ് കീപ്പ് അപ്പ് ചെയ്യാന്ന് പറയല? നിലനിർത്താൻ വേണ്ടിയത്. വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്, അദ്ദേഹത്തിന്റെ നീണ്ട നടത്തം. സ്ട്രൈഡ്, നടത്തം, വാക്കിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലുകൾ നീണ്ടതാണ്, വലിയ നടത്തമാണ്. സോ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഐ വാസ് റണ്ണിങ്, ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. സോ വി പ്രൊസീഡഡ്. എങ്ങോട്ടാണ് നോക്കാം. ഓൾ മൈ ക്ലോത്ത്സ് were ന്യൂ, പുതിയ ഉടുപ്പുകൾ. ദ ബ്ലാക്ക് ഷൂ ആൻഡ് ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് എ റെഡ് ടർബൂഷ്. എന്താ റെഡ് ടർബൂഷ് എന്നത്? ടർബൂഷ് മീൻസ് എ സോർട്ട് ഓഫ് ഹാറ്റ് ഓർ ക്യാപ്പ്, ഒരു തരം തൊപ്പിയാണ്. ഇതൊക്കെ ധരിച്ച് ഞാൻ എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വിത്ത് സ്കൂൾ യൂണിഫോം. അപ്പോൾ സ്കൂളിലേക്കാണ് പോണേ. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലാസ് ഹൗവർ വാസ് മിക്സ്ഡ്. നോക്കൂ, മൈ ഡിലൈറ്റ്, എൻ്റെ സന്തോഷം. എങ്ങനെ? ഇൻ മൈ ന്യൂ ക്ലാസ്, പുതിയ ഡ്രസ് ഇട്ടിട്ടുള്ള സന്തോഷം. അത് ഹൗവർ വാസ് മിക്സ്ഡ് ആണ്. സന്തോഷം സമ്മിശ്രമാണ് എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമല്ല. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. കാരണം ഈ ദിവസം, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഫീസ്റ്റ് ഡേക്കല്ല. ഫീസ്റ്റ് ഡേ മീൻസ് വി വാണ്ട് ടു ഈറ്റ് സംറ്റസ്ലി, നമുക്ക് ഇഷ്ടമാതിരി തിന്നാനും കുടിക്കാനുള്ള ദിവസത്തിനാണ് ഫീസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതിനല്ലല്ലോ പോകുന്നത്. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ. പക്ഷെ ഈ ദിനം എന്തിനുള്ളതാണ്? സോ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി, ഞാൻ എന്ത് ചെയ്യപ്പെടുകയാണ്? ഐ വാസ് ത്രോൺ ഇൻ ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. സോ ദിസ് വാസ് ഹിസ് ഫസ്റ്റ് സ്കൂൾ ഡേ. Come on, dears. Second passage. My mother stood at the window watching us. Amma, my mother stood at the window watching us. ഞങ്ങളെ നോക്കിക്കൊണ്ട് ജനാലക്കൽ അമ്മയുണ്ട്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. ഞാൻ ഫ്രം ടൈം ടു ടൈം, ഇടയ്ക്കിടെ ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ, ഇടയ്ക്ക് ഞാൻ അമ്മയെ ഒന്ന് നോക്കുന്നുണ്ട്. ടേൺ ചെയ്ത് തിരിഞ്ഞുനോക്കുന്നുണ്ട്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അതെന്താണ്? ഇറ്റ് വാസ് അപ്പീലിംഗ്, അതൊരു റിക്വസ്റ്റ് ആണ്. ഐ വാസ് റിക്വസ്റ്റിംഗ് ഫോർ ഹെൽപ്പ്, സഹായം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ, സഹായം അപേക്ഷിക്കുകയാണ് ഞാൻ. അപ്പീൽ, അപേക്ഷിക്കുക. ഓക്കെ. വി വാക്ക്ഡ്, അപ്പീൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. നോക്കൂ, ഞങ്ങൾ ഒരു തെരുവിലൂടെ ഇങ്ങനെ, സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ലൈൻഡ് വിത്ത് ഗാർഡൻസ്, ഇരുഭാഗത്തും ഉദ്യാനങ്ങളുണ്ട്. ഓക്കെ, റൈറ്റ്. അതായത് ഗാർഡൻസ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഓൺ ബോത്ത് സൈഡ്സ് വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ്. രണ്ട് ഭാഗത്ത് എന്തുണ്ട്? ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി സ്ട്രീറ്റ് വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, വിശാലമായിട്ടുള്ള വയലേലകളുണ്ട്. പ്ലാന്റഡ് വിത്ത്, അതിലെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? പ്ലാന്റഡ് വിത്ത്. എങ്ങനെയുള്ള ക്രോപ്സ് ആണ്? ക്രോപ്സ്, വിവിധ വിളകളുണ്ട്. ഏതൊക്കെയാണ് നോക്കൂ, വിവിധ വിളകളുണ്ട്. ദെൻ അത് ഏതൊക്കെയാണെന്ന് പറയുന്നില്ല. അതിന്റെ കൂടെ പ്രിക്ലി ഫിയേഴ്സ്,
എന്താണ് കള്ളിമുൾ ചെടികൾ, കാക്ടസ് എന്ന് പറയും, കാക്ടസ് ചെടികളുണ്ട്. ദെൻ ഹെന്ന ട്രീസ്, മൈലാഞ്ചി മരങ്ങളുണ്ട്. ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്, ഈന്തപ്പനകളുണ്ട്, കുറച്ച് ഈന്തപ്പനകളുണ്ട്. അപ്പൊ ഇതെല്ലാമുള്ള ഒരു തെരുവിലൂടെ ഞങ്ങൾ നീങ്ങുകയാണ്. വൈ സ്കൂൾ? എന്തിനാ സ്കൂളിൽ? ഐ ചലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ അച്ഛനെ ചലഞ്ച് ചെയ്തു, അച്ഛനോടൊരു ചോദ്യമായിട്ട് ചോദിച്ചു, എന്തിനാ സ്കൂളിൽ പോകുന്നേ? ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. നോക്കൂ, ഐ ഷാൽ നെവർ ഡു, ഞാൻ ഒന്നും ചെയ്യില്ല. എന്തിന്? എനിത്തിങ്, ഒന്നും തന്നെ ചെയ്യില്ല. ടു അനോയ് യു, നിങ്ങളെ വിഷമിപ്പിക്കുന്ന. അനോയ് എന്ന് പറഞ്ഞാൽ അനോയ് മീൻസ് വെറി, വിഷമിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക. അച്ഛാ ഞാൻ വീട്ടിലിരുന്നോളാം. ഐ വോണ്ട് ഡു എനിത്തിങ് അഗൈൻസ്റ്റ് യു ഓർ ഐ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? മൂന്നാമത്തെ പാസേജ് നോക്കൂ. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഞാൻ നിന്നെ പണിഷ് ചെയ്യൊന്നുമല്ലല്ലോ, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നല്ലോ, സ്കൂളിൽ പോവല്ലേ, അമ്മേ ശിക്ഷിക്കുകയാണോ ഞാന്? അല്ലല്ലോ. സോ ഹി സെഡ് ലാഫിങ്, ചിരിച്ചോണ്ട് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്, സ്കൂൾ ഒരു ശിക്ഷയല്ല കുട്ടി. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്, അതൊരു വ്യവസായശാലയാണ്. സ്കൂൾ ഒരു പ്രൊഡക്ഷൻ സെന്റർ ആണ്. അപ്പോ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സെന്റർ, എന്തെങ്കിലും ഉണ്ടാക്കുക. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ, നല്ല ഉപകാരമുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ്. എവിടുന്ന്? ആരിൽ നിന്ന്? ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ നിന്ന് ഉപകാരമുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ. അവിടേക്കാണ് നീ പോകുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണ്ടേ? ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? ഗ്രോ അപ്പ് ചെയ്യുക, വളരുക. നിനക്ക് വളരണ്ടേ? നിനക്കും വളരണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് നാലാമത്തെ പാസേജിലേക്ക് പോവാം. ഓക്കെ, ലുക്ക് അറ്റ് എ ഫൈൻ പിക്ചർ. റൈറ്റ്. So now you understood. അവരെന്ത് ചെയ്യാണ്? They were walking to school. I wasn't convinced. അച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും I wasn't convinced. എനിക്കത് അത്ര കൺവിൻസ്ഡ് ആയില്ല. എന്നാ പറഞ്ഞ എന്താർത്ഥം? അത് എനിക്ക് അത്ര ബോധ്യമായില്ല. I didn't understand it very much. I didn't believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. വലിയൊരു സെന്റൻസ് ആണത്. എന്താണത്? ഐ ഡിഡ്ന്റ് ബിലീവ് there was really any good. എനിക്ക് വിശ്വസിക്കാനായില്ല. എന്ത്? there was really any good, എന്തെങ്കിലും നല്ല കാര്യമാണ് എന്നുള്ളത്. എന്ത്? to be എവിടെ ആവുക? had in cheering me away, എന്നെ എന്ത് ചെയ്യുക? tearing me away, എന്നെ എന്റെ വീട്ടിൽ നിന്ന് ടിയർ ചെയ്യുക, പറിച്ചു മാറ്റുക. എവിടുന്ന്? ഫ്രം ദ ഇന്റിമസി ഓഫ് മൈ ഹോം, വീടിന്റെ ഇന്റിമസി, അടുപ്പം എന്ന് പറയാം. അപ്പോൾ വീടിനോടുള്ള എന്റെ അടുപ്പത്തിൽ നിന്ന് വാട്ട് ഈസ് ഫാദർ ഡൂയിങ് നൗ? ഹി ഈസ് ടിയറിങ് മീ അവേ, അദ്ദേഹം എന്നെ പിച്ച് ചീന്തുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഇന്റിമസിയിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യുകയാണ്? കുട്ടി അകറ്റുകയാണ്. ആൻഡ് മാത്രമല്ല, സോ ഐ ഡിഡ്ന്റ് ബിലീവ് there was really any good to do such thing. അങ്ങനെ എന്നെ വീടിന്റെ ഇന്റിമസിയിൽ നിന്ന് എന്നെ ഇങ്ങനെ പറിച്ചു മാറ്റുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ and throwing me into this building, എന്നെ ഈ കെട്ടിടത്തിലേക്ക്, സ്കൂൾ കെട്ടിടത്തിലേക്ക് ത്രോ മീ, വലിച്ചെറിയുക എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ത്രോയിങ് മീ, എന്നെ ഈ കെട്ടിടത്തിലേക്ക് തള്ളുന്നതും എനിക്ക് അതിലൊന്നും എന്തേ ഗുണമുണ്ടെന്ന് ഐ ഡിഡ്ന്റ് ബിലീവ്, ഞാൻ വിശ്വസിച്ചില്ല. ഇറ്റ് ലുക്ഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ കാണപ്പെട്ടു. ഏതുപോലെ? ഇറ്റ് ലുക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്, സ്റ്റേൺ ആൻഡ് ഗ്രിം. എനിക്ക് തോന്നിയത് ദിസ് സ്കൂൾ ലുക്ഡ് ലൈക്ക് സം ഹ്യൂജ്, കൂറ്റൻ, വലിയ, ഹൈ വാൾഡ്, ഉയർന്ന ചുവരുള്ള, ഫോർട്രസ്, കോട്ട പോലെയാണ്. പഴയ രാജാക്കന്മാരുടെ ഒക്കെ കോട്ട പോലെ. എങ്ങനെ? സ്റ്റേൺ, സ്റ്റേൺ ആൻഡ് ഗ്രിം, രണ്ടും ഒരേ അർത്ഥമാണുള്ളത്. സ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായുള്ള ഉറപ്പുള്ള സ്റ്റേൺ. ആൻഡ് ഗ്രിം എന്നുള്ളത് കടുപ്പമുള്ള എന്നർത്ഥം. ഗ്രിം ഒരു അയവില്ലാത്ത. അപ്പൊ അങ്ങനത്തെ ഒരു കൂറ്റൻ കെട്ടിടത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ പാസേജിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, കം ഓൺ. വെൻ വി ആർ റൈറ്റ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട്യാർഡ്. ഞങ്ങള്
വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്. ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ വി കുഡ് സീ എന്താണ് സ്കൂളിന്റെ മുറ്റം കണ്ടു. മുറ്റം കോർട്ട്യാർഡ് ആൻഡ് വാസ്റ്റ് ആൻഡ് ദിസ് കോർട്ട്യാർഡ് വാസ് വാസ്റ്റ് ആൻഡ് ക്രാംഡ്. ക്രാംഡ് മീൻസ് ഫിൽഡ്, നിറഞ്ഞു നിൽക്കുക. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. സ്കൂളിൽ നിറയെ ആൺകുട്ടികളും പെൺകുട്ടികളും നിറഞ്ഞിട്ടുണ്ട്. ഗോ ഇൻ ബൈ യുവർസെൽഫ്. നീ തന്നെ പോ, സെഡ് മൈ ഫാദർ. അച്ഛൻ പറഞ്ഞു ശരി, ഇനി ഞാൻ അങ്ങോട്ടില്ല. യു ഗോ ബൈ യുവർസെൽഫ്, നീ തന്നെ പോ. ആൻഡ് ജോയിൻ ദം. ദാ ജോയിൻ ദം, ജോയിൻ ദോസ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവരുടെ കൂടെ കൂട്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. മുഖത്തൊരു ചിരി പാസ്സാക്ക്, ചിരിക്ക്. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. എന്നിട്ട് മറ്റുള്ളവർക്ക് നല്ല മാതൃകയാവ്. ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. ഫസ്റ്റിൽ സ്കൂളിൽ എത്തുന്ന കുട്ടി ചിരിച്ചോണ്ട് പോണം, കരഞ്ഞോണ്ടല്ല. വോണ്ട് യു? പറ്റില്ലേ നിനക്ക്? ഓക്കെ, വോണ്ട് യു? എന്താ പറ്റില്ലേ? യെസ്. ഐ ഹെസിറ്റേറ്റഡ്. ആറാമത്തെ പാസേജ് ആണ്. ഐ ഹെസിറ്റേറ്റഡ്, ഞാൻ സംശയിച്ചു. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. അച്ഛന്റെ കയ്യിൽ തന്നെ പിടിമുറുക്കി. ക്ലിങ്, ക്ലാങ്, ക്ലങ്. ബട്ട് ഹി ജെന്റ്ലി പുഷ് മീ ഫ്രം ഹിം. അദ്ദേഹം എന്നെ പതുക്കെ തള്ളി. പുഷ്ഡ് മീ ഫ്രം ഹിം. എന്റെ കൈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു ബി ബോൾഡ്, ഏയ് ബി ബ്രേവ്, ധൈര്യവാനായിരിക്കും. ഹി സെഡ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. മകനെ, ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് നീ ജീവിതം ആരംഭിക്കുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നോക്കൂ, സ്കൂൾ വിടാനായാൽ നിനക്ക് എന്നെ കാണാം. എടെ യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അപ്പൊ സ്കൂൾ വിടുന്ന ഒരു സമയമുണ്ട്, അതിനാണ് ടൈം ടു ലീവ് എന്ന് പറയുന്നത്. ആ സമയത്ത് നിനക്ക് എന്നെ കാണാം. വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, നമ്മൾ സെവൻത് പാസേജിലേക്ക് പോവാം. സെവൻത് പാസേജ്. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ആൻഡ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ് ബട്ട് സോ നത്തിങ്. കുറച്ച് മുന്നോട്ട് നീങ്ങി, ദെൻ സ്റ്റോപ്ഡ്, നിന്നു, നോക്കി. ബട്ട് സോ നത്തിങ്, ഒന്നും കാണുന്നില്ല. സോ നത്തിങ്, കണ്ടു ഒന്നും തന്നെ എന്നല്ല, ഒന്നും തന്നെ കണ്ടില്ല എന്നാണ് വായിക്കുന്നത്. That means I didn't see anything. Then the faces of boys and girls came into view. അപ്പോഴതാ എന്താണ്? Then came, എന്താ വന്നത്? The faces of boys and girls into view. പിന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖം ദൃശ്യമായി, കണ്ടു. Came into view, കാഴ്ചയിൽ വന്നു. I didn't know a single one of them. അവയിൽ ഒരാളെ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. I didn't know a single one, ഒരുത്തനെ പോലും അറിയില്ല. None of them knew me. അവരിൽ ആർക്കും എന്നെയും അറിഞ്ഞൂടാ. None of them means no one of them. അവരിൽ ഒരാൾക്കും. Knew me, അവരിൽ ഒരാൾക്കും എന്നെയും അറിയില്ല. അവർ എന്നെയും അറിഞ്ഞില്ല, ഞാൻ അവരെയും അറിഞ്ഞില്ല. എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. I felt, എനിക്ക് തോന്നി. I was a stranger, ഞാൻ ഒരു അപരിചിതനാണ്. എങ്ങനെ? Who had lost this way. ഈ വഴി എന്താണ്? വഴി അറിയാതെ. Who had lost this way, who had lost his way. His way means അയാളുടെ വഴി. അപ്പോ ഞാൻ എൻ്റെ വഴി അറിയാത്ത ഒരു പരിചയമില്ലാത്ത അപരിചിതനാണെന്ന് എനിക്ക് തോന്നി അവിടെ. But glances of curiosity were directed toward me. പക്ഷേ glances of curiosity, the glances, നോട്ടങ്ങൾ, മറ്റാളുകളുടെ നോട്ടങ്ങൾ. ഓഫ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയുള്ള നോട്ടങ്ങൾ. വേർ ഡിറക്റ്റഡ്, നയിക്കപ്പെട്ടു. കുറെ കണ്ണുകൾ എൻ്റെ നേരെ നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ എന്നെ നോക്കി. ടുവേർഡ് മീ, എൻ്റെ നേരെ. ടുവേർഡ് എന്നോ ടുവേർഡ്സ് എന്നോ പറയാം കേട്ടോ. അതൊരു പ്രിപ്പോസിഷൻ ആണ്, നേരെ എന്നർത്ഥം. ഓക്കെ. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. അപ്പൊ ഒരു കുട്ടി അപ്രോച്ച് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു. അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് മീ, ഹൂ ബ്രോട്ട് യു. നിന്നെ ആരാ കൊണ്ടുവന്നത്? മൈ ഫാദർ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ. ഐ വിസ്പേർഡ്, ഞാൻ പതുക്കെ പറഞ്ഞത്. പതുക്കെ പറയാൻ എന്താ ഇംഗ്ലീഷ് പറയാ? വിസ്പർ. ഐ വിസ്പേർഡ്. മൈ ഫാദേഴ്സ് ഡെഡ്. ഓ, എൻ്റെ അച്ഛൻ മരിച്ചതാ. മൈ ഫാദേഴ്സ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. ആ കുട്ടിക്ക് വലിയ മടിയൊന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു. ഓ, നിനക്ക് കൊണ്ടാക്കാൻ അച്ഛനെങ്കിലും ഉണ്ട്. മൈ ഫാദേഴ്സ് ഡെഡ്. Okay. I didn't know what to say. I didn't understand what to reply to him. എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ അവനോട്. And the gate was closed, letting out a pitiable screech. നോക്കൂ, ഗേറ്റ് അടയ്ക്കപ്പെട്ടു. സ്കൂൾ ഓപ്പണിംഗ് സമയമായി.
നോക്ക് സ്കൂൾ ബെല്ല് റിങ് ചെയ്യേണ്ട സമയം. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ഗേറ്റ് അടയപ്പെട്ടു ലെറ്റിംഗ് ഔട്ട് പുറത്തോട്ടുണ്ട് എന്തെങ്ങനെ എ പിറ്റിയബിൾ ഒരു ദയനീയത അല്ലെങ്കിൽ ഒരു കൈൻഡ്നസ് തോന്നിക്കുന്ന ഒരു സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അലർച്ച, റഫ് നോയ്സ്. അപ്പൊ ഗേറ്റ് ഒക്കെ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരുക്കൻ ശബ്ദം ഉണ്ടാവുമല്ലോ, അതിനാണ് സ്ക്രീച്ച് എന്ന് പറയുന്നത്. ഗേറ്റ് ഒരു ദയനീയ ശബ്ദത്തോടെ അടയ്ക്കപ്പെട്ടു. അപ്പൊ ഈ കുട്ടിയുടെ ദയനീയത ഉണ്ട് അല്ലെ, അവന്റെ മുഖത്തും ദയനീയത ഉണ്ട്. അത് ഗേറ്റ് അടയ്ക്കലില് നരേറ്റർ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, കഥ പറയുന്ന ആള് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ചില കുട്ടികൾ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ് പറഞ്ഞാൽ കണ്ണീര്. അപ്പോ ആ കണ്ണീരിൽ കുതിർന്നു എന്നാണ്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ് മീൻസ് പൊട്ടിക്കരഞ്ഞു. ദേ സ്റ്റാർട്ടഡ് ടു ക്രൈ aloud. But the bell rang. ബെല്ലടിച്ചു. A lady came along followed by a group of men. ഒരു വനിത, ഒരു മാഡം came along, അങ്ങോട്ട് ഞങ്ങളുടെ അരികിലേക്ക് മുന്നോട്ട് വന്നു. Then followed by a group of men. ആരുടെ കൂടെ? followed by means അനുഗമിതരായിട്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഗമിക്കപ്പെട്ടുണ്ട്. കൂടെ ആരുണ്ട്? ഗ്രൂപ്പ് ഓഫ് men, കുറച്ച് പുരുഷന്മാരുണ്ട്. The men began sorting us into ranks. ഈ ആളുകള് they started to sort us, ഞങ്ങളെ തരംതിരിക്കാൻ തുടങ്ങി. എങ്ങനെ? ഇൻ റാങ്ക്. സോ അപ്പൊ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്ററിലൊക്കെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ റാങ്ക് ചെയ്യില്ലേ, അതുപോലെ ഞങ്ങളെ ഏത് ക്ലാസ്സിലേക്ക് എങ്ങോട്ടാണ് എന്നൊക്കെ റാങ്ക് ചെയ്യാൻ തുടങ്ങി, സോർട്ട് ചെയ്യാൻ തുടങ്ങി. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് എന്താണ്? മേക്ക് ഇറ്റ് കൈൻഡ്, പലതരമാക്കുക, സോർട്ട് ചെയ്യുക, തിരിക്കുക. ഓക്കെ, ആൻഡ് യെസ്, 9ാമത്തെ പാസേജിലേക്ക് പോയാലോ? ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൻ. Here too there are mothers and fathers. ഇനി ഇതാണ് കുഞ്ഞെ നിന്റെ വീട്. ഇവിടെ here too, ഇവിടെയും ഉണ്ട് എന്ത്? There are mothers and fathers. Here there is everything. ഇവിടെ അത് മാത്രമല്ല, everything ഉണ്ട്. That is enjoyable and beneficial to knowledge and life. നോക്കൂ, ഇവിടെ ആസ്വദിക്കാവുന്നതുണ്ട്, അതുപോലെ തന്നെ beneficial, നിനക്ക് ഗുണകരമാവുന്നുണ്ട്. beneficial means ഗുണമുണ്ടാവുന്നത്. എന്തിന്? knowledge, അറിവിന്, വിജ്ഞാനത്തിന് ഗുണകരാവുന്ന കാര്യങ്ങളുണ്ട്. എൻജോയബിൾ ആയിട്ടുള്ളുണ്ട്, വിജ്ഞാനത്തിന് മാത്രമല്ല എന്തിനും കൂടെ, ആൻഡ് ലൈഫ്, ജീവിതത്തിനും കൂടെ. സോ ഡ്രൈ യുവർ ടിയേഴ്സ്, കണ്ണുനീർ തുള്ളികൾ ഡ്രൈ ചെയ്യൂ. തുടയ്ക്കൂ, ഡ്രൈ യുവർ ടിയേഴ്സ്. ഡ്രൈ, തുടയ്ക്കൂ, വറ്റിക്കൂ എന്നൊക്കെ അർത്ഥം. ആൻഡ് യെസ്, ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഓണ്ട് യു. എന്നിട്ട് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഫേസ് വാട്ട്? ഫേസ് എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കൂ, നേരിടൂ. എന്തിനെ? ലൈഫിനെ. ജോയ്ഫുള്ളി, സന്തോഷത്തോടെ ജീവിതത്തെ നേരിടൂ. ഓണ്ട് യു. എന്താ? പറ്റില്ലേ? ശരി. And now 10th passage we submitted to the facts. അപ്പൊ സ്കൂളിൽ ചെന്ന് പെട്ടാ പിന്നെ എന്ത് ചെയ്യും? നമ്മള് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണോ, അവിടെ എന്തൊക്കെ ഫാക്റ്റ് ആണോ ഉള്ളത്, അവിടുത്തെ വസ്തുതകളോട് നമ്മൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക, കീഴടങ്ങുക, ഒബേ. ആൻഡ് ദിസ് സബ്മിഷൻ, ഈ കീഴടങ്ങൽ എന്ത് സംഭവിച്ചു? ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. ഇത് ഉണ്ടാക്കി, സമ്മാനിച്ചു, നൽകി എന്നൊക്കെ അർത്ഥം. എന്ത്? എ സോർട്ട് ഓഫ്, ഒരു തരം കണ്ടന്റ്മെന്റ്. കണ്ടന്റ്മെന്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ. ഏതായാലും സ്കൂൾ ലൈഫിനോട് ഒത്തുചേരണം. അങ്ങനെ സ്കൂൾ ലൈഫിനോട് ചേരണം എന്നുള്ള അത് കുറെ സംതൃപ്തി മനസ്സിൽ ഉണ്ടാക്കി. ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലിവിങ് ബീങ്സ്, ജീവനുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്, മനുഷ്യരോട് കൂടുന്നു. ആൻഡ് from the first moment my heart made friends with such boys as were to be my friends and fell in love with such girls as I was to be in love with. എന്താ പറയുന്നത്? and from the first moment, തുടക്കം തൊട്ട് തന്നെ, ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ്, തുടക്കം തൊട്ട് തന്നെ, എപ്പോ സ്കൂളിൽ കയറി അപ്പം തൊട്ട്, മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ്, എന്റെ ഹൃദയം സുഹൃത്തുക്കൾ ഉണ്ടാക്കി. ആ ഏത് സുഹൃത്തുക്കളെ? വിത്ത് സച്ച് ബോയ്സ്, അത്തരം കുട്ടികളുമായി
എനിക്ക് സൗഹാർദ്ദം ഉണ്ടായി. എത്തരം കുട്ടികളുമായി? ആസ് were to be my friends. എന്റെ സുഹൃത്തുക്കൾ ആകേണ്ടി ഇരുന്നവരുമായി. ആസ് were to be my friends. എന്റെ സുഹൃത്തുക്കൾ ഏത് കാരണവശാലും എന്റെ സുഹൃത്തുക്കൾ ആകേണ്ടിയിരുന്നവരായിട്ടുള്ളവരുമായി എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതേപോലെ തന്നെ ആൻഡ് ഐ ഫെൽ ഇൻ ലവ്. ഫെൽ ലവ് മീൻസ് ഞാൻ എന്താണ്? ഫെൽ ഇൻ ലവ് പ്രേമത്തിൽപ്പെടുക, സ്നേഹത്തിലാകപ്പെടുക. വിത്ത് സച്ച് ഗേൾസ് എത്തരം കുട്ടികളായിട്ട്? ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ആരുമായിട്ട് ഞാൻ സ്നേഹത്തിൽ ഏർപ്പെടണമായിരുന്നുവോ അവരുമായിട്ട് തുടക്കം തന്നെ ഞാൻ സ്നേഹത്തിലാവുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരുമായി ഫ്രണ്ട്ഷിപ്പും സ്നേഹബന്ധവും തുടക്കം തൊട്ടേ ഞാൻ നിലനിർത്തി. Then it seemed to me, അപ്പൊ തൊട്ടിട്ട് ഇറ്റ് സീംഡ് ടു മീ, എനിക്ക് തോന്നി. എന്താ തോന്നിയത്? മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. എന്റെ സംശയങ്ങൾ, മൈ മിസ്ഗിവിങ്സ്, എനിക്ക് സ്കൂളിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്, അതിനൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഹാഡ് നോ ബേസിസ്, ഒരു അടിത്തറയുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണെന്ന് എനിക്ക് മനസ്സിലായി. 11ാമത്തെ പാസേജ് വായിച്ചു തുടങ്ങാണ്. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് എന്ത്? സ്കൂളിൽ വുഡ് ഹാവ് ഉണ്ടാവുമായിരുന്നു എന്ത്? ദിസ് റിച്ച് വെറൈറ്റി, ഈ റിച്ച് ആയിട്ടുള്ള ഇഷ്ടം പോലെയുള്ള ഈ വൈവിധ്യം, ഈ സമ്പന്നമായ വൈവിധ്യം സ്കൂളിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നേയില്ല. എന്തൊക്കെയാണ് അത് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ? വൈവിധ്യമാർന്ന അനുഭവങ്ങള്. നോക്കൂ, വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്. എല്ലാ കളികളും, എല്ലാ തരം കളികളും ഞങ്ങൾ കളിച്ചു. സ്വിങ്സ്, ഊഞ്ഞാൽ. ദ വാൾട്ടിംഗ് ഹോസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലുള്ള ജിംനാസ്റ്റിക്സ്. ദെൻ ബാൾ ഗെയിംസ്. അങ്ങനെ. ആൻഡ് ഇൻ ദ മ്യൂസിക് റൂമിൽ ചെന്നിട്ട് വി ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ്. ഞങ്ങളുടെ ആദ്യത്തെ ഗാനം ആലപിച്ചു. ചാൻഡ് ചെയ്തു. ചാൻഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ചാൻഡിങ്? റിസൈറ്റ്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾക്ക് ഭാഷാ പഠനത്തിന്റെ ഇൻട്രഡക്ഷൻ കിട്ടി, ഒരു തുടക്കവുമായി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആമുഖം എന്നർത്ഥം. എന്തിന്റെ? ടു ലാംഗ്വേജ്, ഭാഷ പഠിക്കാൻ തുടങ്ങി. ആൻഡ് വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഞങ്ങൾ ഭൂമിയുടെ ഒരു ഗ്ലോബ് കണ്ടു. സോ ആൻഡ് വിച്ച് റിവോൾഡ്, അത് കറങ്ങിയിരുന്നു. ആൻഡ് ഷോഡ്, കാണിച്ചു തന്നു ഞങ്ങൾക്ക്. ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്, വിവിധ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും എന്ത് ചെയ്തു? ഷോഡ്. ആര്? ഗ്ലോബ് ഓഫ് എർത്ത്. ആൻഡ് വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് നമ്പേഴ്സ്. ആൻഡ് വി ഏറ്റ് ഡിലീഷ്യസ് ഫുഡ്. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചു. ഓക്കെ, നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവിടെ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ദെൻ ഡിലീഷ്യസ് ഫുഡ്. അത് കൂടാതെ വി എയ്റ്റ്, ഞങ്ങൾ ഭക്ഷിച്ചു. വി എയ്റ്റ് one second. ഓക്കെ, നോക്കൂ, 11ാമത്തെ പാസേജിന്റെ ലാസ്റ്റ് ഭാഗം. വി എയ്റ്റ് ഡിലീഷ്യസ് ഫുഡ്, ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ചെറിയ ഉറക്കം പാസ്സാക്കി. ആൻഡ് വോക്ക് അപ്പ്. നിങ്ങൾ നഴ്സറി, അംഗനവാടി കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ലിറ്റിൽ നാപ്പ്, ഒരു കുഞ്ഞുറക്കം, മയക്കം. ആൻഡ് വോക്ക് അപ്പ്, പിന്നെയും വി വോക്ക് അപ്പ്. എന്തിന്? ടു ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ അർത്ഥം, തുടരുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണത്, തുടരുക. സോ ആൻഡ് വി വോക്ക് അപ്പ് ടു കണ്ടിന്യൂ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിന്നെ ലവ്, സ്നേഹമുണ്ട്. സോ പ്ലേ ആൻഡ് ലേണിംഗ്. അങ്ങനെ ഞങ്ങള് സൗഹാർദ്ദം, ദെൻ പ്രേമബന്ധങ്ങള്, പ്രത്യേകിച്ച് ഗേൾസ് ആയിട്ട്, ദെൻ പ്ലേ കളികള്, ലേണിംഗ് പഠനം, ഇതെല്ലാം തുടർന്നു.
As our path revealed itself to us, however, we didn't find it as totally sweet and unclouded. As our path revealed itself to us. ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് റിവീൽ ചെയ്തു തന്നു. എന്താണ്? എന്തൊക്കെയാണ്? വാട്ട് വാസ് ഇൻ അവർ പാത്ത്. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ്. പാത്ത് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാനുള്ള വഴി റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്, സ്വയം വെളിപ്പെടുത്തി തന്നു. എന്തൊക്കെയത്? However, we didn't find it. എങ്ങനെയായിരുന്നാലും we didn't find it. ഞങ്ങൾ അതിനെ കണ്ടില്ല. എന്ത്? ടോട്ടലി സ്വീറ്റ്. ഇപ്പം മുകളിൽ റിച്ച് ആയിട്ടുള്ള വെറൈറ്റി അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് മാത്രല്ല, എല്ലാം സ്വീറ്റും അതുപോലെ തന്നെ അൺക്ലൗഡഡും അല്ല. എല്ലാം സ്വീറ്റുമല്ല, എല്ലാം അൺക്ലൗഡഡുമല്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അൺക്ലൗഡഡ്? മഴക്കാറില്ലാത്ത, മേഘങ്ങളില്ലാത്ത എന്നൊക്കെ. എല്ലാം ഇല്ലാത്തതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ക്ലൗഡഡ് ആയിരുന്നു. ഈ ക്ലൗഡഡ് എന്നുള്ള എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ദുഃഖത്തെ സൂചിപ്പിക്കുന്നു, സാഡ്നെസ്. ഓക്കെ, അപ്പം ദുഃഖമില്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമായിരുന്നില്ല ആ സ്കൂളിൽ നിന്ന് കിട്ടിയത്. എന്തൊക്കെയാ ഇനി? ബാഡ് തിങ്സ്, ഡസ്റ്റ് ലേഡൻ വിൻസ്. ഡസ്റ്റ് ലേഡൻ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ലോഡ് ചെയ്തിട്ടില്ല, പൊടി നിറഞ്ഞെന്നർത്ഥം. കാറ്റുകളും അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, അപ്രതീക്ഷിത അപകടങ്ങളും കുഡ് ഹാപ്പൻ സഡൻലി, പെട്ടെന്ന് സംഭവിച്ചിരുന്നു. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ, അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ആൻഡ് വി ഹാഡ് ടു ബി വെരി പേഷ്യന്റ്. ആൻഡ് വെരി പേഷ്യന്റ്, ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? വി ഹാഡ് ടു ബി വെരി പേഷ്യന്റ്, ഞങ്ങൾ ക്ഷമയോടിരിക്കണമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. എല്ലാം വെറും, നോക്കൂ അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ്, എല്ലാം വെറും ഒരു കളിയല്ല. ആൻഡ് എല്ലാം വെറും ഒരു ഫൂളിങ് അറൗണ്ട് അല്ല. ദാറ്റ് മീൻസ് ബിഹേവിങ് ഫൂളിഷ്ലി. എല്ലാം മടയത്തരത്തോടെ പെരുമാറലുമായിരുന്നില്ല. ഓക്കെ. Rivalries could bring about pain and hatred or give rise to fighting. നോക്കൂ, ശത്രുതകൾ, റൈവൽറീസ്, കുഡ് ബ്രിങ് അബൌട്ട്. അപ്പോ ശത്രുതകൾ എന്ത് ചെയ്തിരുന്നു? കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ്. ശത്രുത എന്താ ഉണ്ടാക്കുക? ബ്രിങ് അബൌട്ട് മീൻസ് ഉണ്ടാക്കുക. പെയിൻ ആൻഡ് ഹേറ്റ്രഡ്, വേദന ഉണ്ടാക്കും, വെറുപ്പും. പെയിൻ വേദന, ഹേറ്റ്രഡ് വെറുപ്പ്. ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. ചിലപ്പോഴൊക്കെ റൈവൽറീസ് ഗേവ് റൈസ് ടു ഫൈറ്റിംഗ്, അത് കലഹങ്ങൾക്ക് ഇടം നൽകി. ഗിവ് റൈസ് എന്ന് പറഞ്ഞാൽ ഇടം നൽകുക. ടു ഫൈറ്റിംഗ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഫൈറ്റിംഗ് ഉണ്ടാവും ചില സമയത്തൊക്കെ. ഓക്കെ. ദെൻ ക്ലാഷസ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് while the woman would sometimes smile, ചിലപ്പോഴൊക്കെ ആ സ്ത്രീ സ്മൈലി ആയിരുന്നു. She would often scowl and scold. ചിലപ്പോഴൊക്കെ സ്കൗൾ ചെയ്യും. എന്താ സ്കൗൾ ചെയ്യുക? ഫ്രോൺ ചെയ്യുക എന്ന് പറയും, മുഖം ചുളിക്കും. ആൻഡ് സ്കോൾഡ്, ചിലപ്പോഴൊക്കെ അവരെന്തും ചെയ്തിരുന്നു? She even scold, ഞങ്ങളെ ചീത്ത വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറ്റം പറയുമായിരുന്നു. ഓക്കെ. ഈവൻ മോർ, അതേക്കാളൊക്കെ ഉപരിയായിട്ട്, ഫ്രീക്വന്റ് ആയിട്ട്, മോർ ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട്, ഇടയ്ക്കൊക്കെ ഷി വുഡ് റിസോർട്ട് ടു, അവൾ എന്ത് ചെയ്യും? റിസോർട്ട് ഫിസിക്കൽ പണിഷ്മെന്റ്. ചിലപ്പോഴൊക്കെ ഷി വുഡ് ഗോ ടു, എന്തിനു തേടും? റിസോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവലംബിക്കുക. ഷി വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെന്റ്. ചിലപ്പോഴൊക്കെ ശാരീരിക പണിഷ്മെന്റുകളും എന്ത് ചെയ്തു? അവര് തേടിയിരുന്നു, അല്ലെങ്കിൽ അവലംബിച്ചിരുന്നു. Now dears, so suddenly a change occurs. And നോക്കൂ 13ാമത്തെ passage. The bell rang announcing the passing of the day and the end of the work. അപ്പോ എന്ത് സംഭവിക്കുന്നു ഇവിടെ 13ാമത്തെ പാസേജില്?
Okay. The bell rang. ബെൽ അടിച്ചു. Announcing the passing of the day and the end of the work. നോക്കൂ, ആ ദിവസം കഴിഞ്ഞിരിക്കുന്നു, ജോലിയുടെ അവസാനമായി. ഓക്കെ. അപ്പോഴോ the throng of the children rushed towards the gate. കൂട്ടം കൂട്ടമായിട്ടുള്ളതാണ് ത്രോങ്സ് എന്നത്. The crowds of children rushed. സ്കൂൾ വിട്ടാൽ അങ്ങനെയാണല്ലോ, കുട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് റഷ് ചെയ്ത് കുതിച്ചു ഗേറ്റിലേക്ക്. Which was opened again. ആ ഗേറ്റ് പിന്നെയും തുറക്കപ്പെട്ടു. I bade farewell to friends and sweethearts. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സിനും, അതിനാണ് സ്വീറ്റ് ഹാർട്ട്സ് എന്ന് പറയുന്നത്, ഗേൾ ഫ്രണ്ട്സിനും ഐ ബെയ്ഡ് ഫെയർവെൽ. ഐ സെറ്റ് ദം ഗുഡ് ബൈ. ഗുഡ് ബൈ, ഞാൻ അവരോട് ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്, എന്നിട്ട് ഗേറ്റിലൂടെ നീങ്ങി. പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഐ പീഡ് അറൗണ്ട്, ഞാൻ ചുറ്റും ഇങ്ങനെ തറച്ചു നോക്കി, തറപ്പിച്ചു നോക്കി. അതിനാണ് പീർ എന്ന് പറയുന്നത്. പീർ, പലതരം നോട്ടങ്ങളിലൊന്നാണ് പീർ. ഐ പീഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. പക്ഷേ ബട്ട് ഫൗണ്ട് നോ ട്രേസ് എന്ന് പറഞ്ഞാൽ, ട്രേസ് എന്ന് പറഞ്ഞാൽ അടയാളം, ഫൗണ്ട് നോ ട്രേസ് എന്ന് പറഞ്ഞാൽ ഒരു അടയാളവും കണ്ടില്ല. ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട്. കണ്ടില്ല. ആരുടെ അടയാളം കണ്ടില്ല? ഓഫ് മൈ ഫാദർ. ഏത് ഫാദർ? ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദർ. ഉണ്ടായിരിക്കും, അവിടെ ഉണ്ടാവുന്ന മുമ്പ് വാക്ക് പറഞ്ഞ, അതിനാണ് പ്രോമിസ് എന്ന് പറയാ. ഹാഡ് പ്രോമിസ്ഡ്. അപ്പോ ഉണ്ടാവുന്ന വാക്ക് പറഞ്ഞ അച്ഛനെയും എന്തില്ല, ഞാൻ കണ്ടില്ല. ഐ സ്റ്റെപ്ഡ് aside to wait. ഞാൻ stepped aside, ഒരു ഭാഗത്തേക്ക് മാറിയെന്നു. എന്തിനാ? To wait. When I had waited for a long time without avail. നോക്കൂ, when I had waited for a long time without avail, I decided to return home on my own. അപ്പൊ അവിടെ നിന്നിട്ട് കാര്യമില്ല. Without avail means without service, without help. ഒരു സഹായം അവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. Then I decided to return home on my own. അപ്പൊ സ്വന്തമായിട്ട് ഇനി വീട്ടിലേക്ക് പോവന്നെ. സോ ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. സ്വയം തന്നെ എന്നർത്ഥം. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, കുറച്ചങ്ങ് നീങ്ങിയതേ ഉള്ളൂ, എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. ഒരു മധ്യവയസ്കൻ എന്നെ കടന്നുപോയി. കടന്നു പോവാന്നുള്ള എന്താ പറയാ? പാസ്ഡ് ബൈ. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. എനിക്ക് മനസ്സിലായി, റിയലൈസ് ചെയ്തു. ഐ ന്യൂ ഹിം, അയാളെ എനിക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. He came toward me. അയാൾ എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ നേരെ വന്നു. Smile and shook me by the hand. കൈ പിടിച്ചു കുലുക്കി. Saying, എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ? It's long. ഓ, എത്ര കാലമായി. Since it's long time since we last met. നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട് എത്ര കാലമായി? ഇതൊരു ചോദ്യത്തിന്റെ രീതിയാണ്. നോക്കൂ, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. അത് വേറെ രീതിയിലുണ്ട്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ് എന്ന് പറയും. അപ്പൊ ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ആൻഡ് ഹൗ ആർ യു ഡിയർ? എന്തൊക്കെയാണ് ഹൗ ആർ യു? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്. യെസ്, നോഡ്. ഞാൻ എന്താണ്? നോഡ്, ഞാനൊന്ന് തലയാട്ടി. യെസ്, ഐ അഗ്രീഡ്. നോഡ് എന്ന് പറഞ്ഞാൽ തല സമ്മതാർത്ഥം കുലുക്കുന്നതിനാണ് നോഡ് എന്ന് പറയാം. ലൈക്ക് ദിസ്. ആൻഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം. ആൻഡ് ഇൻ ടേൺ, എന്നിട്ട് ഇൻ ടേൺ പകരം അല്ലെ തിരിച്ചു ചോദിച്ചു. ആൻഡ് യു, ഹൗ ആർ യു? ശരി, അങ്ങയുടെ കാര്യം എങ്ങനെ ഇരിക്കുന്നു എന്നും ചോദിച്ചു. അപ്പോഴോ ആൻഡ് എ നോഡ് ഓഫ് മൈ ഹെഡ്. ഐ അഗ്രീഡ് വിത്ത് ഹിം. എന്താ അഗ്രി ചെയ്തത്? യെസ്, കണ്ടിട്ട് കുറെ കാലമായി എന്നിട്ട് ചോദിച്ചു. ആൻഡ് യു, ഹൗ ആർ യു? ആസ് യു കൻ സീ, നീ കാണുന്ന പോലെ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, എല്ലാം അത്ര ഗുഡ് ഒന്നല്ല. ഓൾ മൈറ്റി ബി പ്രൈസ്ഡ്. പക്ഷേ ഈ ഉള്ളതിന് ദൈവത്തോട് നന്ദി പറയാം. ഓൾ മൈറ്റി ബി പ്രൈസ്ഡ്. ഓക്കെ, ഓൾ മൈറ്റി ബി പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. അഗെയിൻ 15ാമത്തെ പാസേജിലേക്ക് വരാണ് നമ്മള്. അഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. ബൈ ദ ഹാൻഡ് മീൻസ് കാച്ചിങ് മൈ ഹാൻഡ്. ഹി ഷുക്ക് ആൻഡ് വെന്റ് ഓഫ്. അദ്ദേഹം പോയി. ഓക്കെ, ഐ പ്രൊസീഡഡ്. ഞാൻ മുന്നോട്ട് നടന്നു. എ ഫ്യൂ സ്റ്റെപ്സ്. ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ നിന്നു. സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. ഹാൾട്ട് മീൻസ് സ്റ്റോപ്പ്. സ്റ്റാർട്ടിൽഡ് മീൻസ് ഞെട്ടിക്കൊണ്ട്. സ്റ്റാർട്ടിൽഡ് മീൻസ് ഞെട്ടിയിട്ടൊന്ന് നിന്നു. ഗുഡ് ലോർഡ്,
ദൈവമേ, ദൈവമേ. Where was the street lined with gardens? എവിടെ? ഉദ്യാനങ്ങളാൽ അരികു വെച്ചിരുന്ന അല്ലെങ്കിൽ ഇരുഭാഗത്തും തോട്ടങ്ങളുള്ള ഞാൻ കണ്ടിരുന്ന സ്ട്രീറ്റ് എവിടെ? Where had it disappeared to? അത് എങ്ങോട്ട് അപ്രത്യക്ഷമായി? Disappeared to. When did all these vehicles invade it? എപ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ അതിനെ ഇൻവേഡ് ചെയ്തത്, അതിനെ കവർന്നെടുത്തത്? ഇൻവേഡ് എന്ന് പറഞ്ഞാൽ ആക്രമിച്ച് കീഴടക്കാൻ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ മുമ്പ് ഉദ്യാനം എന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ വെഹിക്കിൾസ് ആണല്ലോ ദൈവമേ കാണുന്നത്. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്? ആൻഡ് വെൻ ഡിഡ്, എപ്പോഴാണ് ഓൾ ദീസ് ഹോർഡ്സ് മീൻസ് ദിസ് ഗ്രൂപ്പ്സ് ഓഫ് ഹ്യൂമാനിറ്റി, നോക്കൂ, മനുഷ്യക്കൂട്ടങ്ങള് കം ടു ലിവ്, കം വന്നത്, വെൻ ഡിഡ് ദീസ് ഹോർഡ്സ്, ഈ ആൾക്കൂട്ടങ്ങളെല്ലാം വന്നിരിക്കുന്നത്, ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്, ഈ തെരുവിന്റെ ഓരത്ത്, ഈ തെരുവിൽ, സർഫേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്, സർഫേസില്, മേൽഭാഗത്ത്. എവിടുന്നാണ് ഈ ആൾക്കൂട്ടങ്ങളെല്ലാം ഈ തെരുവിൽ വന്നെന്നറിയുന്നത്? How did these hills of refuse come to cover its sides? How did these hills of refuse എന്ന് പറഞ്ഞാൽ വേസ്റ്റിന്റെ കൂനകൾ. നഗരങ്ങൾ ഉയർന്നാൽ നിങ്ങൾക്ക് അറിയാലോ, വേസ്റ്റ് കൂനകൾ അതിന്റെ ഭാഗമായിട്ടോ. എവിടുന്നാണ്? How did, എങ്ങനെയാണ്? How did these hills of refuse come? എങ്ങനെ വന്നു? To cover its sides, ഈ തെരുവിന്റെ ഓരങ്ങളെ കവർ ചെയ്യാൻ. And where were the fields that bordered it? എവിടെയായിരുന്നു? Where were the fields that bordered it? ഈ തെരുവിന്റെ അതിരായിരുന്ന എന്ന് പറഞ്ഞാൽ ഇരുഭാഗത്തും ബോർഡർ പോലെ ഉണ്ടായിരുന്ന ഫീൽഡ്സ് എവിടെ എന്നും ചോദിക്കാണ്, കുട്ടി ചോദിക്കാണ്. ഓക്കെ, യെസ്. Okay, now let's go to yes, we have some passages, and now 16th one. High buildings are taken over. വലിയ കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. The street surged with children. തെരുവിൽ ആകെ സർജ് എന്നാൽ റഷ് ആയിട്ട് കുട്ടികൾ ഇങ്ങനെ കുതിക്കുന്നു. ആൻഡ് disturbing noises shook the air. നോക്കൂ, ഒരു ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങള് അന്തരീക്ഷത്തിൽ നിറയുന്നു. ഷുക്ക് ദ എയർ, എയറിനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. Then there was a band. അപ്പോഴതാ എന്തൊക്കെയാണ് കുട്ടി കാണുന്നതെന്നറിയോ? തിരക്കുള്ള സ്ട്രീറ്റ്, അവിടെ a band announcing the opening of a circus. ഒരു സർക്കസ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു ബാൻഡ്, ഒരു കൂട്ടം, ഒരു സർക്കസ് ബാൻഡ് with clowns and weight lifters walking in front. ആ സർക്കസ് ബാൻഡിന്റെ മുന്നിലായിട്ട് ആരാണ്? ക്ലൗൺസ് ഉണ്ട്. ക്ലൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കസിലെ ക്ലോൺസ്. എന്താ നമ്മൾ അതിന് പറയുന്നത്? തമാശക്കാര്, സർക്കസിലെ രസികന്മാര്, ക്ലോൺസ്. ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ്, ഭാരോദ്വഹനക്കാര്, ഇവരെല്ലാവരും മുന്നിൽ നടക്കുന്നുണ്ട്. ഓക്കെ. എ ലൈൻ ഓഫ് ട്രക്സ്, ഒരു കൂട്ടം ട്രക്കുകൾ. ലൈൻ ഓഫ് ട്രക്സ് എന്ന് പറഞ്ഞാൽ വരി വരിയുള്ള കുറേ ട്രക്കുകൾ. ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്. നോക്കൂ, ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്. സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ സൈനികര്. കുറേ സെക്യൂരിറ്റി ട്രൂപ്സിനെയും കൊണ്ടിട്ടുള്ള ട്രക്കുകൾ ക്രോൾഡ്. ഇങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എങ്ങനെ? മെജസ്റ്റിക്കലി, തലയെടുപ്പോടുകൂടി, വലിയ ഭാവത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ നഗര കാഴ്ചകളാണ്. 17ാമത്തെ പാസേജ്. ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ഡ്. എന്താണ്? ഒരു ഫയർ എഞ്ചിന്റെ സൈറൻ ഷ്രീക്ക് ചെയ്തു. ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചിലമ്പിച്ച ശബ്ദമാണ്. ഫയർ എഞ്ചിന്റെ ശബ്ദം കേട്ടു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ കുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. ഫയർ എഞ്ചിന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ വ്യക്തമല്ല. എന്ത്? ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ, അതെങ്ങനെ വഴി കണ്ടെത്തും? ക്ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ കീറുക എന്നർത്ഥം. ഇവിടെ വഴി കീറുകയല്ല, ചാല് കീറുകയല്ല, വഴി കണ്ടെത്തുക.
to reach the blazing fire. എവിടെയോ തീപിടുത്തുണ്ടായിട്ടാണല്ലോ വരുന്നത്. അപ്പോ ഹൗ വുഡ് ഇറ്റ് മൂവ് ഫോർവേഡ്? അതെങ്ങനെ മുന്നോട്ട് പോകും ഈ തിക്കുള്ള നഗരത്തിലൂടെ? A battle raged between a taxi driver and his passenger. While the passenger's wife called out for help and no one answered. പിന്നെ തെരുവിൽ കണ്ട മറ്റൊരു ദൃശ്യം, a battle raged. ഒരു ബാറ്റിൽ റേജ് ചെയ്യുന്നു, ഒരു ഭയങ്കരമായ തർക്കം നടക്കുന്നു. ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. ഇവർ രണ്ടുപേരും കൂടെ തർക്കം നടക്കുന്നു. ആൻഡ് അതില് വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്. പാസഞ്ചറുടെ ഭാര്യ പുറത്തേക്ക് വിളിച്ചു കൂവുന്നുണ്ട്. എന്തിന്? കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, സഹായത്തിന്. ബട്ട് നോ വൺ ആൻസേർഡ്. ഗുഡ് ഗാഡ്, ദൈവമേ, ഗുഡ് ഗോഡ്, ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഷ. ഐ വാസ് ഇൻ എ ഡേസ്. ഞാൻ സത്യത്തിൽ ഒരു മയക്കത്തിലായിരുന്നു. ഐ വാസ് ഇൻ എ ഡേസ്. മൈ ഹെഡ് സ്പൺ. എന്റെ തല ചുറ്റി. മൈ ഹെഡ് സ്പൺ. എന്റെ തല ചുറ്റി. ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി. ഞാൻ ഉന്മത്തനാവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് വട്ടാവുകയാണെന്ന് വേണേ പറയാം. ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി. How could all this have happened in half a day? How could all this have happened? ഇതെല്ലാം എങ്ങനെ സംഭവിക്കാനായി? In a half a day. In half a day. ഒരു അര ദിവസം കൊണ്ട്. Between early morning and sunset. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു അര ദിവസം. മൊത്തത്തിൽ 24 മണിക്കൂറിൽ ഇത്ര ഭാഗം എടുത്താൽ ഒരു അര ദിവസമേ വരുന്നുള്ളൂ. അര ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഓ മൈ ഗോഡ്, ഗുഡ് ഗാഡ്. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണം എനിക്ക്. എവിടെ? വിത്ത് മൈ ഫാദർ. ആരുടെ കൂടെ നിന്നിട്ട്? വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട്. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷെ വീടെവിടെ? ഐ കുഡ് സീ ഓൺലി ടാൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡസ് ഓഫ് പീപ്പിൾ. എനിക്ക് ആൾക്കൂട്ടം കാണാൻ പറ്റും, അതുപോലെ തന്നെ ടാൾ ബിൽഡിങ്സും കാണാൻ പറ്റും. പക്ഷേ where was my house? വീട് എവിടെ പോയി? And the 18th one, 18th passage. I hastened on to the crossroads between the gardens and Abu Khoda. അബു ഖോഡ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രീറ്റിന്റെ പേരാണ്. മെയിൻ ആയിട്ടുള്ള കെയ്റോ, ഈജിപ്തിന്റെ തലസ്ഥാനമുള്ള കെയ്റോ നഗരത്തിലെ സ്ട്രീറ്റിന്റെ പേരാണ് അബു ഖോഡ. അപ്പൊ ഈ അബു ഖോഡ സ്ട്രീറ്റ് മുറിച്ചു കടന്നിട്ട് വേണം ഈ കുട്ടിക്ക് പോവുക. സോ ഹി ഹേസ്റ്റൻ ചെയ്യണം, തിടുക്കപ്പെട്ട് നടക്കാം. ഐ ഹാഡ് ടു ക്രോസ് അബു ഖോഡ ടു റീച്ച് മൈ ഹൗസ്. എനിക്ക് വീട്ടിലെത്തണമെങ്കിൽ അബു ഖോഡ മുറിച്ചു കടക്കണം. ബട്ട് ദ സ്ട്രീം ഓഫ് കാർ, എന്നാൽ ഈ ഒഴുക്ക്, സ്ട്രീം, അരുവി പോലെയുള്ള ഒഴുക്ക്, ആരിന്റെ? കാറുകളുടെ ഈ അരുവി പോലെയുള്ള ഒഴുക്ക് വുഡൻ ലെറ്റ് അപ്പ്, സമ്മതിക്കുന്നേയില്ല. വുഡൻ ലെറ്റ് അപ്പ്. ലെറ്റ് എന്നാൽ അനുവദിക്കാം. ലെറ്റ് അപ്പ്. The fire engine siren was shrieking at full pitch. ഫയർ എഞ്ചിന്റെ ശബ്ദം ഷ്രീക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? ഭയങ്കരമായിട്ട് ചീറുന്നുണ്ട്. അറ്റ് ഫുൾ പിച്ച്, മുഴുവൻ പിച്ചിലും. ആസ് ഇറ്റ് മൂവ്ഡ് at a snail's pace. അതൊരു ഒച്ചിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങവേ. ആൻഡ് ഐ സെറ്റ് മൈസെൽഫ്. ഞാനിത് കേട്ട് പൊറുതിയിട്ടിട്ട് ഐ സെറ്റ് മൈസെൽഫ്. ഞാൻ പറഞ്ഞു. ആരോട്? ടു മൈസെൽഫ്. എന്തേ? ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. ഇതിപ്പോ ഒരു നിവൃത്തി ഉണ്ടാവില്ല, ഈ എഞ്ചിൻ അവിടെ എത്തില്ല. അതുകൊണ്ട് ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ. എവിടെയാണോ തീ പിടിക്കുന്നത് അവിടെ സന്തോഷത്തോടെ തീ പിടിക്കട്ടെ. ആൻഡ് വാട്ട് ഇറ്റ് കൺസ്യൂംസ്. ഫയർ കൺസ്യൂം ചെയ്യുക. ഫയർ എന്തിനെയാണോ കൺസ്യൂം ചെയ്യുന്നത്, തിന്നു തീർക്കുന്നത്, അതത് സന്തോഷത്തോടെ ചെയ്യട്ടെ. ആൻഡ് എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയിട്ട്. ഇറിറ്റേറ്റഡ് മീൻസ് എന്താണ്? ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാല് വെറുപ്പോട് കൂടിയിട്ട്. ഐ വണ്ടേർഡ്, അത്ഭുതപ്പെട്ടു പോയി ഞാൻ. എന്താ? വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, എപ്പോഴാണ് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിന്നു. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം, കുറേ നേരം നിന്നു. അണ്ടിൽ, ഏതുവരെ എന്നറിയോ? അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ് ടു മീ. ഏതുവരെ എന്നറിയോ? സോ ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, എപ്പോഴാ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം, കുറേ നേരം നിന്നു.
ഏത് സമയം വരെ നിന്നു? അണ്ടിൽ വരെ. ഏത് വരെ? എ യങ് ലാഡ്, ഒരു പയ്യൻ. യങ് ലാഡ് മീൻസ് യങ് ബോയ് എംപ്ലോയ്ഡ് അറ്റ് അയണിങ്. അവൻ അവിടെ കടയിൽ ഏതോ ഒരു ഷോപ്പിൽ ഇസ്ത്രി ഇടുന്ന ഡ്യൂട്ടിയിൽ എംപ്ലോയ് ചെയ്തിരിക്കുകയാണ്. എന്താ എംപ്ലോയ്ഡ് മീൻസ് മുഴുകിയിരിക്കുക. എ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് അയണിങ് ഷോപ്പ്. വസ്ത്രങ്ങൾ ഇസ്ത്രി ഇട്ട് കൊടുക്കുന്ന, അയൺ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പിലിരിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിൽ വ്യാപൃതനായിരുന്നു, അതിനാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. കുട്ടി വരുന്നത് വരെ. കെയിം അപ് ടു മീ, എൻ്റെ അടുത്ത് എത്തിയിടം വരെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അവൻ വരുന്നിടം വരെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. ഹി കുഡ് നോട്ട് ക്രോസ് ദിസ് അബുഖോഡ ആൻഡ് ദ ബോയ് കെയിം. ഓക്കെ, ലാസ്റ്റ് സ്മോൾ പാസേജ്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം. ആ കുട്ടി എൻ്റെ നേരെ കൈ നീട്ടി. ആൻഡ് സെഡ് ഗാലൻലി, എന്നിട്ട് സെഡ് ബ്രേവ്ലി, എന്നോട് ധൈര്യപൂർവം പറഞ്ഞു, ഗ്രാൻഡ്പ, ലെറ്റ് മീ ടേക്ക് യു അക്രോസ്, ലെറ്റ് മീ ഹെൽപ്പ് യു ടു ക്രോസ്. ഞാൻ താങ്കളെ ദാ ക്രോസ് ചെയ്യിക്കാം. കം വിത്ത് മീ, ലെറ്റ് മീ ഹെൽപ്പ് യു ടു ക്രോസ് ദിസ് അബുഖോഡ. So, what happened in between the morning and the evening? So, this is the question that the story asks us. Story asks us. And this is an allegory. ഈ കഥയ്ക്കുള്ളിൽ മറ്റൊരു മോറൽ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു മോറൽ സ്റ്റോറികളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് അലിഗോറി. അലിഗോറി. ദിസ് ഈസ് എ വണ്ടർഫുൾ allegory written by Naguib Mofaz. Okay, I think you enjoyed the story. Dears, ഇനി കഥയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് നമുക്ക്